യോ ഗായ്സ്, സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു സ്ക്വാഡ് റിവ്യൂലായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ ഇത് തുടങ്ങിയത് 2024 തുടങ്ങിയത്. 2024 ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് എന്തായാലും. സോ എൻ്റെ സ്ക്വാഡ് റിവ്യൂയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു F2P ആട്ടോ. ഞാൻ F2P ആണ്, അല്ലാണ്ട് പേ ടു വിൻ അല്ല. സോ എൻ്റെ സ്ക്വാഡാണെന്ന് എനിക്ക് മനസ്സിലാവും. സോ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്വാഡ് കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിം പ്ലാൻ, കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇതാണ്. സോ ഇതാണ് എൻ്റെ പ്ലെയേഴ്സ്. 3233 ഇപ്പോൾ എൻ്റെ കളക്റ്റീവ് സ്ട്രെങ്ത്ത്. സോ ഗോൾ കീപ്പർ നമ്മളെ സ്മൈക്കിളുണ്ട്. 200 കോയിന് കിട്ടിയതാട്ടോ സ്മൈക്കിൾ. പിന്നെ സാനേറ്റി അറിയാമല്ലോ, ഫ്രീ. ഹൂയിസനും ഫ്രീ, മാർക്കിനോസ് ഫ്രീ, സെർജിനോ ഫ്രീ, റൈഗാർഡ് ഫ്രീ, സ്കോൾസും ഫ്രീ. മെസ്സിനൊക്കെ 1000 കോയിനിലായിട്ട് കിട്ടിയത് ന്യൂ ഇയർ പാക്കിൽ. അതിനകത്ത് 100 ആദ്യം കൊടുത്ത് കിട്ടിയില്ല, പിന്നെ 900 കൊടുത്തപ്പോൾ എനിക്ക് മെസ്സിനെ കിട്ടി. പിന്നെ പുസ്കാസിനെ 4000 കോയിനിൽ കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും 4000 കോയിന് F2P ആയിട്ട് ഞാൻ 4000 കോയിൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സേവ് ചെയ്ത് വെച്ചതല്ല. നമ്മൾ സ്ലാത്തിൻ്റെ ആ ഒരു ടൈമിൽ ഒരു 3000 കോയിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായില്ലേ, മറ്റേ കറങ്ങി വന്നത് 1000, 3000, 100, 50 ഒക്കെ ഉള്ളത്. അതിനകത്ത് എനിക്ക് 3 50 കിട്ടി. ലാസ്റ്റത്തെ 3000 കിട്ടി. കറങ്ങി ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 3000. അപ്പോൾ എൻ്റെ ഒരു 1000 നേരത്തെ ഉണ്ടായി, ഞാൻ സേവ് ചെയ്ത് 1000. അപ്പോൾ മൊത്തം 3000, പിന്നെ എൻ്റെ ഉള്ള 1000 കൂട്ടി 4000. 4000ത്തിൽ ഫോർത്ത് ട്രൈ, അതായത് ലാസ്റ്റ് ട്രൈയിലാണ് എനിക്ക് പുസ്തകത്തിന് കിട്ടിയത്. പിന്നെ ഓവൻ, അത് 100 കോയിനിൽ കിട്ടിയതാണ്, ലക്കിന് കിട്ടിയതാണ്. പിന്നെ കകാവ ഫ്രീ ട്രൈയിൽ കിട്ടിയതാട്ടോ. അതായത് ഒരു സ്കോൾസിൻ്റെയും ഹസാർഡിൻ്റെയും പിന്നെ കകാവയുള്ള പാക്കായിരുന്നു. അതിനകത്ത് ആ ഒരു ഫ്രീ ട്രൈ ഉണ്ടായുള്ളൂ, അത് വെറുതെ കൊനാമി തന്നാണ്. സോ ആ ഒരു ഫ്രീ ട്രൈ തന്നെ കറക്റ്റ് എനിക്ക് കകാവേനെ അടിച്ചു, കാരണം സ്കോൾസിൻ്റെ ഓൾറെഡി ഉണ്ട്, പിന്നെ ഹസാർഡ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. പിന്നെ സബിലേക്ക് പോവുകയാണെങ്കിൽ മുറിയൻഡസ്, അതായത് ഇതാണ് ഗൈസ് എൻ്റെ ഫസ്റ്റത്തെ പെയ്ഡ് കാർഡ്. ഫസ്റ്റ് പെയ്ഡ് കാർഡ് ബുള്ളറ്റ് ഹെഡറാണ്. ഈ കാർഡ് കണ്ടില്ലേ, ബുള്ളറ്റ് ഹെഡറാണ്. 1200 കോയിൻ, 300 കോയിൻ സാധാ കൊടുത്ത്, പിന്നെ 900 കൊടുത്തപ്പോൾ കിട്ടി. സോ ഇത് കിട്ടിയോണ്ടാണ് ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ചടപടാന്ന് എല്ലാ പെയ്ഡ് കാർഡും എനിക്ക് കിട്ടി കേട്ടോ. കറക്കി കോയിൻ, അതായത് പൈസ കൊടുത്തല്ല, സാധാ നമ്മൾ സേവ് ചെയ്തിച്ച കോയിൻ, പിന്നെ ലക്കൊക്കെ അനുസരിച്ച്. പിന്നെ എൻ്റെ കയ്യിൽ ഫ്രീ ടൊലിവർഗാനുണ്ട്, പിന്നെ ട്രഷർ ലിങ്കിൽ നിന്ന് ടെബോയൻ കിർക്കുണ്ട്. പിന്നെ അറിയാലോ കിർക്കിച്ച്, അവൻ്റെ പേരെന്താ പറഞ്ഞാൽ ഞാൻ മറന്നുപോയില്ല. ടിർക്വൈറ്റ് എന്ന് പറഞ്ഞ ചങ്ങായുണ്ട്. പിന്നെ പാർട്ടീസും ട്രഷർ ലിങ്കിൽ നിന്ന് കിട്ടിയ, പിന്നെ റൗളിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മക്കാലിസ്റ്ററിനും കിട്ടി, ഡാനിയോൾമനും കിട്ടി നമ്മുടെ ഈ കഴിഞ്ഞ ഈവൻറ്റിൽ. പിന്നെ നെയ്മറിനെ അടുത്തു, ഒലീസേനെയും കിട്ടി, സെർഡുവേനെയും കിട്ടി, റിവാൾഡോനെയും കിട്ടി. സോ റിവാൾഡോനെയൊക്കെ എനിക്ക് ഫ്രീ ട്രൈ കിട്ടിയത് കേട്ടോ, മറ്റേ നമ്മൾ എന്തോ 13th ആനിവേഴ്സറി റൊണാൾഡീനോയും ഫോർലാനൊക്കെ ഉള്ള. സോ അതിൽ നിന്ന് എനിക്ക് റിവാൾഡോനെയും പിന്നെ ഫോർലാനെയാണ് കിട്ടിയത്. ഫോർലാൻ. സോ ഞാൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാവില്ല, നമുക്ക് എന്തായാലും ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ മെസ്സി ഉണ്ട്, സ്മൈക്കിളുണ്ട്, ഓവൻ, പുസ്കാസ്, ഒലിവർ ഗാൻ, റിവാൾഡോ, ഷിൻജി കഗാവ, ജാവിയർ സനേറ്റി, മക്കാലിസ്റ്റർ, ഡാനി ഓൾമോ, ഡീൻ ഹൂയിസൺ, ഡെക്ലാൻ റൈസ്, സെല, റോഡ്രി, മുസിയാല, ബെല്ലിംഗ്ഹാം, എംബാപ്പെ എത്ര കളി കളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ? 716 കളി കളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൊറിയൻഡസ്, റൈഗാർഡ്, സ്കോൾസ്, പാർജീസുങ്, ബൊയാൻ കിർക്ക്, വിനീഷ്യസ്, എർലിംഗ് ഹാലൻഡ്. നിങ്ങളുടെ ഒരു കണ്ണൊരുമാതിരിയായി പോണു. ഈ നെയ്മർ, ഒലീസ്, ഡെസേർഡ്വേ, മാർക്കിനോസ്, ലെവൻഡോസ്കി, ഒർക്കാൻ ക്യൂക്സു, ലയണൽ മെസ്സി, 2 മെസ്സി. ഷോർട്ട് ടൈം ആയതുകൊണ്ടേ കണ്ണൊക്കെ ഒരുമാതിരിയായി പോകും. പിന്നെ ലെമീൻ യമാലി അടുത്ത് കിട്ടിയത്, സലീബ, കില്ലിയൻ എംബാപ്പെ, സാക്ക. പിന്നെ നോർമലാണ് കേസ്. പിന്നെ അതേ ഫോർലാൻ കിഡിലും ഫോർലാനാണ്. 437 കളി കളിപ്പിച്ചിട്ടുള്ളൂ, പക്ഷേ എൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ കേസ് 767 ഗോളും 63 അസിസ്റ്റും, വെറും 431 437 കളിയുന്നു. കിഡിലും ഫോർലാനാണ്ടത്. പിന്നെ എൽഹാജി ദ്വൈഫുണ്ട്, റൗളുണ്ട്, ഈ ഹസാർഡുണ്ട്, സെർജീനോ ഉണ്ട്, എമറി ഉണ്ട്, മാർക്കിനോസ് വീണ്ടും ഉണ്ട്, സലയുണ്ട്, ഒഡേഗാർഡ് ഉണ്ട്, പിന്നെ ഒയാർസബാൽ, ജോവാനിൽട്ടൺ, അലസാൻഡർ ബസ്റ്റോണി. ഇവനാണ് എൻ്റെ സ്ക്വാഡിലെ ഏറ്റവും കൂടുതൽ മാച്ച് കളിച്ചത്. 1036 മാച്ച് സ്ക്വാഡിലെ ഏറ്റവും കൂടുതൽ മാച്ച് കളിച്ചാണ് അവനാണ്. പിന്നെ റൂബൻ നെവസ് ഉണ്ട്. പിന്നെ സാധാ ഹൈലൈറ്റ് കാർഡൊക്കെയാണ് കേസ്. പിന്നെ അത്ര വലിയ ഗോൾഡിലൊരു കാർഡൊന്നുമില്ല. അവനെ പ്ലെയർ ഓഫ് ദി കാണിച്ചാൽ ഈ ഒക്കാസാക്കി ഉണ്ട്, യൂസ് ചെയ്യാറില്ല. ആകെ 2-3 കളി അവൻ കളിപ്പിച്ചുള്ളൂ. 7 കളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലെയർ ഓഫ് ദീഗിൽ ഗുള്ളറുണ്ട്, വാൽവർഡെ ഉണ്ട്, ടൊണാലി ഉണ്ട്, എംബുവേമോ ഉണ്ട്, മിക്കി വാൻഡവൻ, റോഡ്രിഗോ സീനാട്ടോ. പിന്നെ അതേ റെയിൻഡേഴ്സ്, വിറ്റീനിയ,
എഡർ മിലിറ്റാവോ, കോഡി ഗാക്പോ, വീണ്ടും എഡർ മിലിറ്റാവോ, പിന്നെ ബ്രാഡ്ലി ബാർക്കോള, സാവിനോ. ഇത് മറ്റേ ക്ലബ് വേൾഡ് കപ്പിൻ്റെ കേട്ടോ സാവിനോ, അതാ ഈ കളറ്. പിന്നെ റാഫീന, വിക്ടർ ഗ്യോക്കരസ്, ന്യൂനോ മെൻഡസ്, ലൗതാറോ മാർട്ടീനസ്, ഡിബ്രോയിനെ, ക്വാസ്കേലിയ, ബ്രൂണോ ഫെർണാണ്ടസ്, മൈക്കിൾ ഒലീസെ. പിന്നെ നോർമലാണ് ഗെയ്സ്. പിന്നെയൊക്കെ ഇനി പ്ലെയർ ക്യൂപ്പീക്ക് റിബറിന് അത്യാവശ്യം കളി ലഭിച്ചിട്ടുണ്ട്. 269 കളി ലഭിച്ചിട്ടുണ്ട്, കുറവാണ് എന്നാലും. ലുക്കാക്കു, അൽവാരോ കരീരാസ്, കാർണസക്കി, പാട്രിക് സ്കിച്ച്, അസേർബി, പിന്നെ മോയിസ്കിൻ്റെ വേറൊരു പ്ലെയർ ഓഫ് ദി ഉണ്ടായി, അതിനാണ് റിലീസായി കളഞ്ഞാണ് ഇറ്റലിയിലെ. പിന്നെ റയാൻ ചെറുക്കി ഉണ്ട്, മുഹമ്മദ് കുഡൂസ്, മാനുവൽ അക്കാഞ്ചി, പിക്ഫോർഡ്, പവാർഡ്, മൈക്കൽ മെറീനോ, പിന്നെ വില്യം പാച്ചോ, ടീൻ കൂപ്പ് മൈനേഴ്സ്, നമ്മുടെ കെസമിറോയൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്ലെയർ ഓഫ് ദി ലീഗിലും കിട്ടിയത് പിന്നെ എൻട്രിക്ക്, ഇനാസിയോ, റിയാൻ ഐറ്റിനൂരിയ, പിന്നെ മാർക്ക് ഫ്ലെക്കൻ, ഡേവിൻസൺ സാഞ്ചസ്, ഡിമേരിയ സീന, പിന്നെ റാഷ്ഫോർഡ് കിട്ടില്ല റാഷ്ഫോർഡാണ്. പിന്നെ ജീൻ ബ്യൂട്ടസ്, ഈ ഗോളിയും കിടില കേട്ടോ, കണ്ടോ 17 കളി ലഭിച്ചിട്ടുണ്ട്, കിടിലം ഗോളിയാണ്. ഈ പറീനെ എനിക്കറിയില്ല, പെറിയെ എനിക്കറിയില്ല. പിന്നെ ലൂക്കാസ് വാസ്കസ്, ഇവൻ്റെ ഹൈറ്റ് കണ്ടോ നിങ്ങൾ, 201 ഹൈറ്റ്, കിട്ടില്ലാണ് ചങ്ങായി. പക്ഷേ ഞാൻ കളിപ്പിച്ച് നോക്കിയുള്ള നോക്കണമെന്നുണ്ട്. പിന്നെ റൊണാൾഡോ ഞാൻ ഇത്ര കളി യൂസ് ചെയ്ത് നോക്കി 123 കളി, പക്ഷേ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കി കേട്ടോ 417. അതാണ് ചില ബേസ് കാർഡൊക്കെ ആണ്. പിന്നെ നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്ധു 4 കളി കളിപ്പിച്ചിട്ടുണ്ട് ചുമ്മാ. പിന്നെ സുനിൽ ചന്ദ്രൻ, ഞാൻ തീർന്നില്ലേ, ബേസ് കാർഡൊക്കെയാണ് ഗേസ്. ഓക്കെ, പിന്നെ ബേസ് കാർഡാണ്. സോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്ട്രിപ്സ് ഒന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല കോയിൻ കൊടുത്ത്. സോ സ്ട്രിപ്സ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇത്രയും സ്ട്രിപ്സാണുള്ളൂ, ഇത്രേ ഉള്ളൂ. സോ ഇത്രയൊക്കെയാണുള്ളൂ സ്ട്രിപ്സിൽ. നമുക്ക് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെന്താ, സ്റ്റേഡിയം കാണിക്കുകയാണെങ്കിൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഇതാണ് സ്റ്റേഡിയം, വലിയ സെറ്റപ്പില്ല. മാനേജർ കാണിച്ചു തരാം. മാനേജർ ഇതാണ്, കപ്പെല്ലോ ഉണ്ട്. ഇത് വെറുതെ വാൽബ്യൂനെ നമ്മൾ വെറുതെ ഇട്ടേനാണ്. ജെന്നാർ ഗട്ടൂസോ, സെസ് ഫാബ്രിഗാസ്, റൂബൻ അമോറിം, സാബി അലോൺസോ. സോ ഇതിനകത്ത് പെയ്ഡായിട്ടുള്ളത് സാബി അലോൺസോയും കപ്പെല്ലോ ആണ്. ബാക്കി 3 ബൂസ്റ്ററുള്ളത് ഫ്രീ ആണ്. പിന്നെ സാധാ സ്റ്റാൻഡേർഡ് മാനേജറിന് വെറുതെ രസത്തിന് സൈൻ ചെയ്ത് വെച്ചാൽ. അനാലിസ് നോക്കുകയാണെങ്കിൽ ഇതാണ്, ഞാൻ നോക്കാറൊന്നുമില്ല ഈ സംഭവം, ഇതിലെ കാര്യമൊന്നും എനിക്ക് അറിയില്ല, ഇതിലോട്ടെ. സോ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ എന്താ, ഡിവിഷൻ അതൊക്കെ കാണിച്ചിട്ടാണ്. ഞാൻ ഡിവിഷൻ 2 ആണ് കേസിൻ്റെ മാക്സിമം. കോയിനൊന്നും ഞാൻ പർച്ചേസ് ചെയ്യാം. ക്ലിയർ F2B ആണ് ഞാൻ കണ്ടത്. ഒന്നും എടുത്തിട്ടില്ല ഞാൻ സംഭവം. ക്ലിയർ F2B ആണ് ഞാൻ. സുനിൽ ചെയ്തിട്ട് 30 രൂപയുടെ സാധനം പോലും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ ഫുട്ബോൾ പോയിന്റിലും എടുക്കാറുണ്ട്, അത് പോയിന്റ് വെച്ച് എടുക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കാറുണ്ട്. സോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഞാൻ എടുത്തു, എല്ലാവരും എടുത്തു, ആകെ ഒരാളെ ഞാൻ എടുക്കാണ്ടിരുന്നത്. ഓക്കെ, ഇതെടുക്കാറില്ല, ഐറ്റംസ് നഷ്ടമാണ് കേസ്. ഓക്കെ, പിന്നെ അക്കാദമി അല്ല, എക്സ്ട്രാസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഇത്. സോ ഇതാണ് ഞാൻ ഹയസ്റ്റ് കണ്ടില്ലേ, എയിലും PvPയിലും ഡിവിഷൻ 2 തന്നെയാണ്. ആൻഡ് ബാഡ്ജ് കുറവാണ് കേസ്, അങ്ങനെ ടോപ്പ് ബാഡ്ജൊന്നുമില്ല. ഇതിനകത്തൊരു സംഭവമുണ്ട് കേസ്, കാണിച്ചതാണ്. പിന്നെ എനിക്ക് ഇച്ചിരി സന്തോഷമുള്ള ബാഡ്ജ് എന്ന് വെച്ചാൽ ഇതാണ് കേസ്, വിൻ 5 കോൺസിക്യൂട്ടീവ് മാച്ചസ് ഡിവിഷൻ 3 ഓർ എബോവ്. സോ അതാണ് കുറച്ച് എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ ഡിവിഷൻ 3 ഡിവിഷൻ 2 അതാണ് നമ്മുടെ മെയിൻ സംഭവമായിട്ട് നിൽക്കണത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേസ്. ബാക്കിയൊക്കെ അറിയാലോ, നോർമലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വന്നോളൂ. സോ നമുക്ക് എന്തായാലും അവിടെ കയറാൻ പറ്റണില്ല ഡിവിഷൻ 1ലേക്ക്. സോ ഇത്രയാണ് ബാഡ്ജും കാര്യങ്ങളൊക്കെ. സോ ബാഡ്ജിൻ്റെ കഥ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒന്നും കാണിക്കാൻ വിട്ടുപോയില്ല എന്ന് വിചാരിക്കുന്നു ഗൈസ്. വിട്ടുപോയില്ലല്ലോ, ഇത് പോയില്ലേ? 5 ദിവസം കൂടെയാണ് ഗൈസ് ഉള്ളത്, ഇപ്പോൾ പോയത്. നമുക്ക് എന്നാലും തീർക്കാം. പെനാൽറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പെനാൽറ്റിയിൽ മറ്റേ പാക്കില്ലേ, അതിനകത്ത് എല്ലാവരെയും കിട്ടി, അതുകൊണ്ടാണ് ഇപ്പോൾ കറക്കാത്ത വെച്ചാണ്. ഓൾറെഡി ഉണ്ട്, അത് കിട്ടിയതാണല്ലോ, ഉണ്ടോ? നമുക്ക് എല്ലാവരും കിട്ടി. അതിനകത്ത് നെപ്പിക്കും ഷോർട്ട് ടൈമൊക്കെ ആയിട്ട് 2 പേരെ കിട്ടാതെ, അങ്ങനെ നമുക്ക് വേണ്ട. ഇനിയിപ്പോൾ പുതിയത് വരുമ്പോൾ കറക്കാമല്ലോ. ഇങ്ങനെയുണ്ട്, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ എടുക്കണമെന്നുണ്ട്,
പക്ഷേ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം അറിയാലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോകളിലൊക്കെ കൊടുത്ത് നിർത്താം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കാണിച്ചില്ല എന്ന് പറയണ്ട, എൻ്റെ അടുത്താണ്. പിന്നെ ലിങ്ക് കംപ്ലേ നമ്മൾ യൂസ് ചെയ്യാറില്ല, വേണ്ട, ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഓർക്കസ്ട്രേറ്റർ മറ്റവനുണ്ട്, അത് നമ്മുടെ മക്കാലിസ്റ്റർ ഉണ്ട്, പക്ഷേ ടൈഗറാണ് കുറച്ചുകൂടി സെറ്റ് കേസ്. ഓക്കെ, സോ ഇൻ മാച്ച് റോള് നോക്കുകയാണെങ്കിൽ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കെന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.